കഴിഞ്ഞ ദിവസം ഷാർജയിൽ ആത്മഹത്യ ചെയ്ത അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുല്യയുടെ ഭർത്താവ് സ്ഥിരം ക്രിമിനലാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുല്യയുടെ ഭർത്താവ് ക്രിമിനലാണെന്ന് നമുക്ക് ഇന്നലെ അയാളുടെ ബൈറ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അയാൾ അതിവിദഗ്ധമായി കള്ളം പറയുന്നു. നമ്മളതിനകത്ത് കണ്ടതാണല്ലോ. ഇയാൾ പറയുന്നത് എൻ്റെ മോളെ എന്നാണ് ഞാൻ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണുമ്പം വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ അതുല്യയുടെ വീട്ടുകാരെ തല്ലാൻ ഗുണ്ടകളുമായി രാത്രി എത്തി. അതോടൊപ്പം തന്നെ വെളുപ്പിന് ഇയാൾ മതിൽ ചാടി. സതീഷ് നാട്ടിൽ പ്രശ്നക്കാരനെന്ന അയൽവാസികൾ പറയുന്നു. മദ്യപിച്ച് അലമ്പുണ്ടാക്കിയതിന് ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് താക്കീത് ലഭിച്ചത് പലതവണ. ഭാര്യയെ സംശയരോഗം മൂലം പൂട്ടിയിട്ടിട്ടാണ് ജോലിക്ക് പോകുന്നത്. അതുല്യ അനുഭവിച്ചത് കൊടിയ പീഡനങ്ങൾ. ഇപ്പോൾ ഈ സൈക്കാട്രിസ്റ്റുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ സൈക്കോളുടെ ഒരു പ്രത്യേകത, ഇത്തരത്തിൽ സൈക്കോ തരങ്ങൾ കാണിച്ച് ഇവരെ ക്രൂരമായി ഉപദ്രവിച്ച ശേഷം അമിതമായി സ്നേഹിക്കുന്നതായി അഭിനയിക്കും. അതായത് മാപ്പ് പറയും, കാലിൽ വീഴും, അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമാണ്. അത്തരത്തിലുള്ളൊരു സൈക്കോയാണ് ഇയാളെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതുമാത്രമല്ല ഭയങ്കരമായ വൈകൃതങ്ങളുടെ ഉടമയായിരുന്നു ഇയാൾ. അടിവസ്ത്രമൊക്കെ ഊരി എറിയുക, മൂത്രമൊഴിക്കുക, മൂത്രം കുടിപ്പിക്കുക, അങ്ങനെയൊക്കെ വളരെ വൈകൃതങ്ങൾ നിറഞ്ഞ ഒരാളാണ്. നമുക്ക് ആ വീഡിയോകളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇയാൾ കത്തിയൊക്കെ എടുത്തിട്ട് വെച്ച് കാണിക്കുന്ന ഇത്. നാട്ടിലായാലും ഗൾഫിലായാലും ഇയാൾ മദ്യലഹരിയിലായിരുന്നു എപ്പോഴും നടത്താം. നാട്ടിൽ ഗുണ്ടകളുമായി അടക്കം കണക്ഷൻ ഇയാൾക്കുണ്ട്. ഇയാളുടെ മറ്റൊരു പ്രത്യേകത, ഇയാൾക്ക് വലിയ ശമ്പളമുള്ള ജോലിയാണ്. അവരുടെ അമ്മയുടെ ഒരു ബൈറ്റ് ഉണ്ട്. അതായത് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ എൻ്റെ മകനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവനെ ഞങ്ങൾ ഉപേക്ഷിച്ച രീതിയിലാണ്. അവൻ ഇത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കണം. ഒരു പെറ്റ അമ്മ സ്വന്തം മകനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അവരെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും. നമ്മളെ ജീവിതത്തിൽ നമ്മളെ മറ്റാരും അംഗീകരിച്ചില്ലെങ്കിലും, നമ്മളെത്ര വൃത്തികെട്ടവനാണെങ്കിലും, എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും നമ്മളെ സ്വന്തം മകൻ എന്ന് കരുതിയിട്ട് അംഗീകരിക്കുന്ന ലോകത്ത് ഒരേ ഒരാൾ പെറ്റ അമ്മ മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.